നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്കായി ഏക്കാണ്, അതായത് ഒന്നാമത്തെ യൂണിറ്റ്. ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരാണ് ദുലാരെ പൽ. ദുലാരെ പൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്നാണ്. ഇവിടെ ദുലാരെ പൽ എന്ന് എഴുതിയതിന് ചുറ്റുമായി പ്രകൃതിയിലെ ഓരോന്നിന്റെ ഭംഗിയുള്ള ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പ്രകൃതിക്ക് ഹിന്ദിയില് പ്രകൃതി എന്ന് തന്നെയാണ് പറയുന്നത്. അതിവിടെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ആകാശം ഉണ്ടല്ലേ, ആകാശത്തിന് ആസ്മാൻ എന്നാണ് പറയുക. അതേപോലെ മേഘം ഇങ്ങനെ മൂടിക്കിടക്കുന്നുണ്ട് ആകാശത്തില്, മേഘത്തിന് ബാദൽ എന്നാണ് പറയുക. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും അല്ലെ. ഈ വെയില് വരുമ്പോൾ പൂക്കൾ വിടരുകയും പൂമ്പാറ്റകൾ അതിൽ വന്ന് തേൻ നുകരൊക്കെ ചെയ്യും. അതേപോലെ മരങ്ങൾക്കും അതിലുള്ള ഇലകൾക്കൊക്കെ ഒരു ഉണർവുണ്ടായിരിക്കും. നമുക്കിവിടെ സൂര്യന്റെയും പൂക്കളുടെയും പൂമ്പാറ്റകളുടെയും അങ്ങനെ പലതിന്റെയും ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് അല്ലെ. സൂര്യന് ഹിന്ദിയില് സൂരജ് എന്നാണ് പറയുന്നത്. പിന്നെ മരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മരത്തിന് പേട് എന്നാണ് പറയുക. പിന്നെ നമുക്കിവിടെ ഒരു പൂന്തോട്ടത്തിന്റെ ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. പൂന്തോട്ടത്തിന് ബഗീച്ച എന്നാണ് പറയുന്നത്. ഇവിടെ പൂക്കളിൽ വന്ന് പൂമ്പാറ്റകള് തേൻ കുടിക്കുന്നൊക്കെ ഉണ്ടല്ലേ. ഇപ്പൊ പൂക്കൾക്ക് പൂവിന് ഫൂൽ എന്നാണ് പറയുക. പൂമ്പാറ്റയ്ക്ക് തിത്തലി എന്നാണ് പറയുന്നത്. പിന്നെ പൂവിന്റെ മൊട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. മൊട്ടിന് കലി എന്നാണ് പറയുക. അതിന് താഴെയുള്ള ഈ ചിത്രത്തില് തത്തകൾ പറന്നു പോകുന്നതാണല്ലേ കാണിക്കുന്നത്. അപ്പോ തത്തയ്ക്ക് തോത്ത എന്നാണ് പറയാ. അപ്പൊ ഇതൊരു പക്ഷിയാണ്, പക്ഷികൾ പറന്നു പോകുന്നു എന്ന് പറയുമ്പോ പക്ഷിക്ക് ചിടിയ എന്നാണ് പറയുക. ഇവിടെ കുന്നും മലയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഈ കുന്നിന് പഹാഡ് എന്നാണ് പറയുക. മരത്തിന് എന്താ പറയാ? പേട് എന്നാ പറയാ. പിന്നെ കുറെ പൂക്കളുണ്ട്, പൂവിന് എന്താ പറയാ? ഫൂൽ എന്നാണ്. ഇവിടെ സൂര്യന്റെ വെയിലിന്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കല്ലേ. കാരണം ചുവപ്പും ഓറഞ്ചും മഞ്ഞയും ആകാശ നിലയും കലർന്നതാണ് ആകാശം. വെയിലിന്, സൂര്യപ്രകാശത്തിന് ധൂപ് എന്നാണ് പറയുക. ഈ ചിത്രത്തിലുള്ള ഓരോന്നും നിങ്ങൾ ഹിന്ദിയിൽ പഠിച്ചു വെക്കുക. നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം പരീക്ഷയ്ക്ക് ഓരോ പക്ഷിയുടെയും മൃഗത്തിന്റെയും പ്രകൃതിയിലുള്ള ഓരോന്നിന്റെയും ചിത്രം നൽകി അതിനെന്തായിരിക്കും ഹിന്ദിയിൽ പറയുക എന്നൊക്കെ ചോദ്യം വരും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടക്കാം. നമ്മുടെ കവിതയുടെ പേര് ധൂപ് ആ ഗയി എന്നാണ്. ഇത് എഴുതിയിട്ടുള്ളത് പ്രയാഗ് ശുക്ലാണ്. ധൂപ് എന്ന് പറഞ്ഞാൽ വെയില്, സൺഷൈൻ എന്നൊക്കെയാണ്. ആഗയി വന്നു, വെയില് വന്നു എന്നാണ് നമ്മുടെ കവിതയുടെ ഹെഡിങ്. അപ്പൊ ഹെഡിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിന്റെ മീനിങ് ഒക്കെ മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കവിതയിലേക്ക് കടക്കാം. ഇത് 8 വരികളുള്ള ഒരു കുഞ്ഞു കവിതയാണ്. നമുക്ക് ആദ്യത്തെ 4 വരിയിലുള്ള വാക്കുകളും അതെങ്ങനെയാണ് വായിക്കേണ്ടതെന്നും അതിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ബാക്കിയുള്ള 4 വരികൾ പഠിക്കാം. അപ്പൊ നമുക്ക് കവിതയിലെ ആദ്യത്തെ 2 വരി വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കാം. ധൂപ് ആ ഗയി സുബ സുബ കി കലിയാം പ്യാരി പ്യാരി മെഹക്കി. ധൂപ് എന്ന് പറഞ്ഞാൽ വെയില്, ആ ഗയി വന്നു, സുബ സുബ, സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, കലിയാം മൊട്ടുകളാണ്. കലി എന്ന് പറഞ്ഞാൽ മൊട്ട്, കലിയാം എന്ന് പറഞ്ഞാൽ മൊട്ടുകൾ, പ്യാരി പ്യാരി എന്ന് പറഞ്ഞാൽ മനോഹരമായ, മെഹക്കി സുഗന്ധം പരത്തി. ധൂപാകി സുബ സുബക്കി, രാവിലെയുള്ള രാവിലത്തെ വെയില്, സൂര്യപ്രകാശം വന്നു. കലിയാം പ്യാരി പ്യാരി മെഹക്കി, മൊട്ടുകൾ മനോഹരമായ സുഗന്ധം പരത്തി. സൂര്യന്റെ രാവിലത്തെ വെയില് തട്ടിയിട്ട് മൊട്ടുകൾ മനോഹരമായ സുഗന്ധം പരത്തി എന്നാണ് ഇവിടുത്തെ ഈ വരിയിൽ പറയുന്നത്. നമുക്കിനി അടുത്ത 2 വരി വായിച്ചു നോക്കാം. കലിയാം ക്യാരി ക്യാരി മെഹക്കീം കലിയാം ഇത്തനി സാരി മെഹക്കീം. കലിയാം മൊട്ടുകള്, ക്യാരി
പൂത്തടം. ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ ഓരോ പൂത്തടവും മെഹക്കി സുഗന്ധം പരത്തി. അതായത് നമ്മൾ ഒരു ചെടി ഉണ്ടെങ്കിൽ അതിൽ മുട്ടുകൾ വന്ന് അത് പൂ വിരിയാൻ നിൽക്കുന്ന സമയത്ത് എന്താണ്, നല്ല മണം ഉണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ആ വീട്ടിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. നല്ല മണമുള്ള പൂക്കളാണെങ്കിൽ ചുറ്റും ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ മുട്ടുകളിലെ സുഗന്ധല്ലേ അത് ആ പൂത്തടത്തിന് വരെ ഉണ്ടായിരുന്നു എന്നാണ്. കലിയാം ഇത്തിനി സാരി മെഹക്കി. കലിയ എന്ന് പറഞ്ഞാല് മുട്ടുകള്, ഇത്തിനി എന്ന് പറഞ്ഞാല് ഒത്തിരി, ഒരുപാട്, എന്താണ്, സാരി എന്ന് പറഞ്ഞാൽ അധികം, കുറേ, മെഹക്കി സുഗന്ധം പരത്തി. ഈ പൂമുട്ടുകൾ എന്താണ്, ഒത്തിരി സുഗന്ധം പരത്തി എന്നാണ് ഇവിടെ പറയുന്നത്. ഈ 4 വരിയിൽ എന്താ പറയുന്നത്? രാവിലെ വെയിൽ വന്നു. വെയിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ വീട്ടില് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുഞ്ഞു മുട്ടുകൾ ഉണ്ടായിരിക്കും. ആ മുട്ടുകള് വെയിൽ തട്ടുമ്പോൾ വിരിഞ്ഞു വരും. ഈ മുല്ലപ്പൂ ഒക്കെ ഇല്ലേ, അതുപോലത്തെ നല്ല മണമുള്ള, നല്ല സ്മെല്ലുള്ള പൂക്കളുടെ മുട്ടുകൾ തന്നെ നല്ല എന്തായിരിക്കും, നല്ല സ്മെല്ലായിരിക്കും, നല്ല സുഗന്ധമായിരിക്കും അല്ലേ. അത് വെയിൽ തട്ടി വിരിഞ്ഞു വരുമ്പോൾ അതിന്റെ സ്മെല്ല് എന്താണ്, ആകെ പരക്കും. അത് തന്നെയാണ് നമ്മുടെ ഈ കവിതയിലുള്ള ഈ വരികളിൽ പറയുന്നത്. രാവിലെ വെയിൽ വന്നു, മുട്ടുകള് മനോഹരമായ സുഗന്ധം പരത്തി. മുട്ടുകള് ഓരോ പൂത്തടത്തിലും എന്താണ്, സുഗന്ധം പരത്തി. ഈ പൂമുട്ടുകൾ എന്താണ്, ഒരുപാട് ഒത്തിരി സുഗന്ധം പരത്തി എന്നാണ് ഈ വരികളിൽ പറയുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത 4 വരി വായിച്ചു നോക്കാം. ഇത് നമ്മുടെ കവിതയിലെ അവസാനത്തെ 4 വരിയാണല്ലേ. നമ്മുടെ മുകളിലത്തെ വരികളിലൊക്കെ എന്താണ്, വെയില്, രാവിലെ വെയില് വരുമ്പോ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി ഈ 4 വരിയിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഹവാ ബെഹരഹി ടണ്ടി ടണ്ടി ഗൂമരിഹി വഹ് ബെഹക്കി ബെഹക്കി. ഹവ കാറ്റ്, ബെഹരഹി എന്ന് പറഞ്ഞാല് വീശിക്കൊണ്ടിരിക്കുന്നു. ടണ്ടി ടണ്ടി എന്ന് പറഞ്ഞാല്, ടണ്ടി എന്ന് പറഞ്ഞാല് തണുത്ത, കോൾഡ് എന്നാണ് അതിന്റെ അർത്ഥം. ഗൂമരഹി, ഗൂമരഹി എന്ന് പറഞ്ഞാൽ ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നു. വഹ് അത്, ബെഹക്കി ബെഹക്കി എന്ന് പറഞ്ഞാല് തത്തി കളിച്ചുകൊണ്ട്. നമ്മുടെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു സുഖമുള്ള ഒരു തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കില്ലേ, ആ കാറ്റ് ഇങ്ങനെ തത്തിക്കളിച്ചുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടക്കും. അതിനെ കുറിച്ചാണ് ഈ 2 വരിയിൽ പറയുന്നത്. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം ഫുദക് ഫുദക്കർ വേ ഭീ ചഹക്കി. ഉടുത്തി ഉടുത്തി പറന്ന് പറന്ന്, ആയി ചിടിയാം പക്ഷികള് വന്നു. ഇവിടെ നമുക്ക് ചിത്രത്തിൽ ഒരു പക്ഷിയെ കൊടുത്തിട്ടുണ്ടല്ലേ. പക്ഷിക്ക് എന്താ പറയാ, ചിടിയ. പക്ഷികൾക്ക് എന്താ പറയാ, ചിടിയാം. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. നമുക്കിനി ബാക്കി കവിത വായിച്ചു നോക്കാം. പറന്ന് പറന്ന് പക്ഷികൾ വന്നു അല്ലേ. അതിനുശേഷം എന്താ ഉണ്ടായത്, ഫുദക് ഫുദക്കർ വേ ഭീ ചഹക്കി. ഫുദക് ഫുദക്കർ എന്ന് പറഞ്ഞാല് ചാടി ചാടിക്കൊണ്ട്, വേ ഭീ ചഹക്കി അവര് ചിലച്ചു. ഈ പക്ഷികൾ എന്താണ്, ഇങ്ങനെ ചാടി ചാടിക്കൊണ്ട് ചിലച്ചു. നിങ്ങൾ കണ്ടിട്ടില്ലേ, രാത്രിയാവുമ്പോ എന്താണ്, പക്ഷികൾ കൂടഴയും. പക്ഷെ വെയില്, സൂര്യപ്രകാശം വരുമ്പോഴെന്താണ്, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അവര് കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും അല്ലേ. എന്നിട്ട് ഇങ്ങനെ ഉയർന്ന് പറക്കും. അതിനൊക്കെ കുറിച്ച് തന്നെയാണ് നമ്മുടെ ഈ കവിതയിൽ പറയുന്നത്. ഇപ്പൊ വെയില് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഈ 8 വരികളുള്ള കവിതയിൽ പറയുന്നത്. അപ്പൊ ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ള വാക്കുകളുടെ അർത്ഥമൊക്കെ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതുക. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഒക്കെ ഇരുന്ന് പഠിക്കും ചെയ്യുക. കാരണം എക്സാമിന് നിങ്ങൾക്ക് ചോദ്യം വരുമ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, അടിപൊളിയായിട്ട് അതിന്റെ ഉത്തരം എഴുതാൻ പറ്റും. ഇപ്പൊ ധൂപ്പിന് വെയിലാണ് എന്നും, അതേപോലെ രാവിലെ എന്നതിന് സുബഹ എന്നാണ് പറയാ എന്നും, കലിയ എന്ന് പറഞ്ഞാൽ മൊട്ടുകളാണെന്നും, ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ ഓരോ പൂത്തടമാണെന്നൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ കാറ്റിന് എന്താ പറയാ, ഹവ എന്നാണ് പറയാ എന്നും, ടണ്ടി ടണ്ടി എന്ന് പറഞ്ഞാൽ തണുത്ത എന്നാണെന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ പക്ഷികൾക്ക് എന്താ പറയാ, ചിടിയാം എന്നാണെന്നും നന്നായി മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇപ്പൊ നമ്മുടെ ചാനലിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇതേപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ പോയി കാണുക, നന്നായി പഠിക്കുക. അപ്പൊ
അപ്പോൾ എല്ലാ കുട്ടികൾക്കും ക്ലാസ് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കമൻസ് ഇടുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.